കുളിർമഴയായി നിൻ വചനം ചൊരിയണമേ എൻ ഹൃത്തിൽ. ഈ ബലിയിൽ നിൻ വചനം ചൊരിയണമേ എൻ ഹൃത്തിൽ. ആനന്ദക്കതിരൊളിയിൽ നിന്നാത്മനെ ഒഴുക്കണേ എൻ ജീവനിൽ. ആനന്ദക്കതിരൊളിയിൽ നിന്നാത്മനെ ഒഴുക്കണേ എൻ ജീവനിൽ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. അമ്മയോട് അന്ന് ദൈവദൂതൻ സന്ദേശമരുളി പാടിയപ്പോൾ നിൻ തിരുവചസ്സുകളെൻ മനസ്സിൽ നിത്യം പൂമഴ ചൊരിഞ്ഞിടട്ടെ. അമ്മയോട് അന്ന് ദൈവദൂതൻ സന്ദേശമരുളി പാടിയപ്പോൾ നിൻ തിരുവചസ്സുകളെൻ മനസ്സിൽ നിത്യം പൂമഴ ചൊരിഞ്ഞിടട്ടെ. കുളിർമഴയായി നിൻ വചനം ചൊരിയണമേ എൻ ഹൃത്തിൽ. ആനന്ദക്കതിരൊളിയിൽ നിന്നാത്മനെ ഒഴുക്കണേ എൻ ജീവനിൽ. ഹൃദയത്തിൽ വിളഭൂമിയിൽ വിത്തു വിതയ്ക്കാൻ കനിയണമേ. വിളവിൻ നാഥായെന്നിലെന്നും ഫലം തരുവാൻ കനിയണമേ. ഹൃദയത്തിൽ വിളഭൂമിയിൽ വിത്തു വിതയ്ക്കാൻ കനിയണമേ. വിളവിൻ നാഥായെന്നിലെന്നും ഫലം തരുവാൻ കനിയണമേ. കുളിർമഴയായി നിൻ വചനം ചൊരിയണമേ എൻ ഹൃത്തിൽ. ഈ ബലിയിൽ നിൻ വചനം ചൊരിയണമേ എൻ ഹൃത്തിൽ. ആനന്ദക്കതിരൊളിയിൽ നിന്നാത്മനെ ഒഴുക്കണേ എൻ ജീവനിൽ. ആനന്ദക്കതിരൊളിയിൽ നിന്നാത്മനെ ഒഴുക്കണേ എൻ ജീവനിൽ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ഈ യാത്ര മുഴുവൻ തൃക്കൈയിലേകി യാത്ര തുടങ്ങുന്നു ഞങ്ങൾ. ഈ യാത്ര മുഴുവൻ തൃക്കൈയിലേകി യാത്ര തുടങ്ങുന്നു ഞങ്ങൾ. പകൽ മേഘസ്തംഭമായി രാവിൽ നീ ദീപമായി കൂടെന്നുമുണ്ടാകണേ. പകൽ മേഘസ്തംഭമായി രാവിൽ നീ ദീപമായി കൂടെന്നുമുണ്ടാകണേ.
ദിശയറിയാതെ വലയും നേരം വിളക്കായി തെളിയേണം നീ. ദിശയറിയാതെ വലയും നേരം വിളക്കായി തെളിയേണം നീ. വിശക്കും നേരം മന്ന കനിവായി പൊഴിയേണം നീ. വിശക്കും നേരം മന്ന കനിവായി പൊഴിയേണം നീ. കർത്താവേ, നിൻ പ്രിയമക്കൾ യാത്ര തുടങ്ങുകയാണല്ലോ. മംഗളകരമായി യാത്ര തീരാൻ കനിയണമേ. കർത്താവേ, നിൻ പ്രിയമക്കൾ യാത്ര തുടങ്ങുകയാണല്ലോ. മംഗളകരമായി യാത്ര തീരാൻ കനിയണമേ. അങ്ങയിൽ മാത്രം ശരണം വച്ചി മക്കൾ പോയിടുന്നു. അങ്ങയിൽ മാത്രം ശരണം വച്ചി മക്കൾ പോയിടുന്നു. മറുനാട്ടിൽ നിൻ സ്നേഹം മഴയായി പെയ്തിടണേ. മറുനാട്ടിൽ നിൻ സ്നേഹം മഴയായി പെയ്തിടണേ. കർത്താവേ, നിൻ പ്രിയമക്കൾ യാത്ര തുടങ്ങുകയാണല്ലോ. മംഗളകരമായി യാത്ര തീരാൻ കനിയണമേ. കർത്താവേ, നിൻ പ്രിയമക്കൾ യാത്ര തുടങ്ങുകയാണല്ലോ. മംഗളകരമായി യാത്ര തീരാൻ കനിയണമേ. ഡീക്കൻ്റെ അമ്മച്ചിയും അമ്മാവനും ഡീക്കൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം വിചാരിച്ചും പ്രാർത്ഥന ആരംഭിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഏറ്റവും ഭക്ത്യാദരപൂർവ്വം നമുക്ക് പ്രാർത്ഥനയിൽ നമുക്ക് പങ്കെടുക്കാം. അപ്പോൾ എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. നാളെ പ്രത്യേകമായ വിധം കർത്താവിന്റെ അഭിഷിക്തനാകാനായിട്ട് ദൈവം വിളിച്ചു ചേർത്ത ഈ മകന് വേണ്ടിയിട്ട് ഈ നിമിഷങ്ങൾ പ്രാർത്ഥിക്കാം. അമ്മച്ചിയും അമ്മാവനും ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ കൃപ ധാരാളമായിട്ട് ചൊരിയപ്പെടുവാനായിട്ട്, ദൈവസ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കുവാനായിട്ട് ഏറ്റെടുക്കുന്ന പട്ടത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ദൈവസന്നിധിയിൽ യഥാവിധി ഭംഗിയായി നിർവഹിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് ആഗ്രഹിച്ച് നമുക്ക് ഈ നിമിഷങ്ങൾ പ്രാർത്ഥിക്കാം. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് ചേരുമ്പോൾ അവിടെ മധ്യ ഞാനുണ്ട് എന്നരുൾ ചെയ്ത ഈശോനാഥ, അവിടുത്തെ സ്നേഹ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഒരുമിച്ചായിരിക്കുകയാണ്.
ഈ സ്നേഹക്കൂട്ടായ്മയെ ഓർത്ത് ഞങ്ങൾ നിമിഷം അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ നീ ഭവനത്തിൽ വരുവാനും ഈ കുടുംബാംഗങ്ങളോടൊപ്പം പ്രാർത്ഥന സംബന്ധിക്കുവാനും അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും പേരിൽ വിളിച്ച് ഈ ഭവനത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണല്ലോ. ഈശോയെ വളരെ പ്രത്യേകമായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ചെമ്പേരിയിലുള്ള മാതാപ്പള്ളിയിൽ നിന്നും ഈ മണ്ണുകൊണ്ട് ഭാഗത്തു നിന്നും ഒരു വ്യക്തിയെ ജോർജ് ഹഷമാശിനെ വിളിച്ച് പരിശീലനമെല്ലാം പൂർത്തിയാക്കി അങ്ങ് നാളെ അഭിഷിക്തനാക്കി മാറ്റുകയാണ്. ബലഹീനരും ഇളയരുമായ വ്യക്തികളെ തിരഞ്ഞെടുത്ത് ശാക്തീകരിച്ച് അവിടുത്തെ പ്രേക്ഷിതരാക്കി മാറ്റുന്ന മഹനീയമായ പരിപാലനയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇവിടെ പ്രാർത്ഥിക്കുവാനായി ഒരുമിച്ച് ചേർന്നിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വളരെ പ്രത്യേകമായിട്ട് ജോർജമാസിൻ്റെ അമ്മയെയും സഹോദരന്മാരെയും മറ്റെല്ലാ വ്യക്തികളെയും ഞങ്ങൾ അനുസ്മരിക്കുന്നു, ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വളരെ പ്രത്യേകമായിട്ട് സ്വർഗത്തിലിരുന്ന് അനുഗ്രഹ വർഷം ചൊരിയുന്ന പ്രിയപ്പെട്ട ചാച്ചനെ ഓർക്കുന്നു. ഈ നിമിഷത്തിൽ ഏറ്റവും അധികം സ്വർഗത്തിൽ സന്തോഷിക്കുന്ന ചാച്ചനായിരിക്കാമെന്ന് നമുക്കറിയാം. ഈശോയെ അങ്ങ് ഈ കുടുംബത്തിൻ്റെ മേൽ ചൊരിയുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരാൾ പൗരോഹിത്യത്തിലേക്ക് വിളിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിന് മാത്രമല്ല ഒരു വ്യക്തി മുതൽക്കൂട്ടായിട്ട് മാറുന്നത് ആ ഇടവകയ്ക്ക് വലിയൊരു സന്തോഷത്തിൻ്റെ സുദിനമാണ് ഓർഡിനേഷൻ്റെ. അതുപോലെ തന്നെ സഭയ്ക്കും നാടിനും എല്ലാം അനുഗ്രഹപ്രദമായ ഒരു കാര്യമാണ് ഒരാൾ വലിയനെ തീരുക എന്നുള്ളത്. ചെടിയവരെ വിളിച്ച് വലിയവരാക്കി ഉയർത്തുന്ന അവിടുത്തെ വലിയ പരിപാലനയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. കുറ്റങ്ങളും കുറവുകളും വീഴ്ചകളുമുള്ള സഹോദരന്മാരെ വിളിച്ച് ശക്തിപ്പെടുത്തി പരിശീലനം നൽകി വിശുദ്ധിയും വിജ്ഞാനവും നൽകി വളർത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെയും ജോർജ് മാഷിൻ്റെ ജീവിതയാത്രയിൽ അദ്ദേഹത്തെ അനുധാവനം ചെയ്ത ഒത്തിരിയേറെ വ്യക്തിത്വങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അപ്പനും അമ്മയും സഹോദരന്മാരും ബന്ധുമിത്രാദികളും അഭ്യുദയകാംക്ഷികളും ടീച്ചേഴ്സും വൈദികരും സിസ്റ്റേഴ്സും എല്ലാം ജീവിതയാത്രയിൽ എപ്പോഴും കൈപിടിച്ച് നയിക്കുവാൻ കൂടെ ഉണ്ടായിരുന്നവരാണ്. അവരോടൊക്കെ വലിയ കടപ്പാടും സ്നേഹവും ജോർജ് മാഷുണ്ടെന്ന് നമുക്കറിയാം. അനേക വ്യക്തികളുടെ കരസ്പർശനത്തിലൂടെയാണ് ഒരു വ്യക്തി ഫോം ചെയ്തു വരുന്നതെന്ന് നമുക്കറിയാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധരൊക്കെ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 4:16 മുതലുള്ള തിരുവചനങ്ങൾ. യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകം അടച്ചതിന് ശേഷം ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവൻ ഇരുന്നു. സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയുവാൻ തുടങ്ങി, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. എല്ലാവരും അവനെപ്പറ്റി പ്രശംസിച്ച് പറയുകയും അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ്സുകൾ കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം നമ്മൾ വായിച്ചു കേട്ടു. വളരെ പ്രസിദ്ധമായ സുവിശേഷ ഭാഗമാണത്. യേശുനാഥൻ തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ സിനഗോഗിൽ വന്ന് നടത്തുന്ന ഒരു വചന പ്രഘോഷണമാണ് നമ്മൾ കേൾക്കുന്നത്. യേശുവിൻ്റെ ദൗത്യം എന്താണ്, മിഷൻ ആൻഡ് വിഷൻ എന്താണ് എന്നുള്ള കാര്യമൊക്കെ അവിടെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈ വചനം വായിക്കുമ്പോൾ പ്രിയപ്പെട്ട ജോർജ് മാഷിനെ ഓർക്കുകയാണ്. കർത്താവ് തിരഞ്ഞെടുത്ത് പേര് ചൊല്ലി വിളിച്ച് നാളെ വൈദികനാക്കുമ്പോൾ തൻ്റെ ഏറ്റവും പ്രഥമമായ ദൗത്യം ദരിദ്രരോട് സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശുവിൻ്റെ അതേ ദൗത്യം തുടരുന്നവരാണല്ലോ വൈദികരെല്ലാവരും. അപ്പോൾ ഏറ്റവും പ്രഥമമായ ദൗത്യം സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിൻ്റെ സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഇത് നമ്മൾ വായിച്ചു കേട്ട ഭാഗമാണ്. ഒരുപാട് ബന്ധനസ്ഥരായ ആളുകൾ ഈ ലോകത്തിലുണ്ട്. അടിമത്തത്തിൽ
സമഗ്ര വിമോചകനായ യേശുവാണ് എല്ലാ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മറ്റ് ബന്ധനങ്ങളിൽ നിന്നും മോചനം നൽകി നേർവഴിയിലേക്ക് നമ്മളെ തിരിച്ചുകൊണ്ടുവരിക. നമുക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി വളരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ട ചുമതലയുണ്ട്. ഈശോ വിളിച്ചവരൊക്കെ എളിയവരായ മനുഷ്യരാണ്. പത്രോസ് മീൻപിടുത്തക്കാരനാണ്. മത്തായി ചുങ്കസ്ഥലത്തിൽ കരം പിരിക്കുന്ന ആളായിരുന്നു. എല്ലാവരും സാമാന്യ വിദ്യാഭ്യാസം പോലില്ലാത്ത മുക്കുവരായ ആളുകൾ, സാധാരണക്കാരായ ആളുകൾ, അവരൊക്കെ വലിയ ആളുകളായി മാറി. പത്രോസ് സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായി മാറി. ഈ മീൻപിടുത്തക്കാരൻ വ്യക്തികളുടെ കഴിവല്ല, ദൈവം ആരെ തിരഞ്ഞെടുക്കുന്നു, ആരെ ശാക്തീകരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബലഹീനരെ ബലവാന്മാരെ മാറ്റുന്ന ദൈവത്തിൻ്റെ കരുണയാണ്. കർത്താവിൻ്റെ കരങ്ങളിലെ ശക്തമായ ഉപകരണങ്ങളാണ് ഓരോ വൈദികനും നിർവഹിക്കുന്ന ഓരോ വിധിയുടെ സമയത്തും കർത്താവിൻ്റെ സമീപം, നമ്മുടെയൊക്കെ സമീപത്ത് പരിശുദ്ധമ്മയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളൊരു വിശ്വാസം എല്ലാ വൈദികർക്കും ഉണ്ടാകേണ്ടതാണ്. മാതാവിൻ്റെ വലിയ സപ്പോർട്ടും അനുഗ്രഹവും നമുക്ക് ലഭിക്കും. അവിടുത്തെ തിരുക്കുമാരനുടെ എല്ലാ അനുഗ്രഹവും നമുക്ക് വാങ്ങിത്തരുന്നതാണ് ഉറച്ച വിശ്വാസം നമുക്കുണ്ട്. കൂടുതലായ ദൈവവിളികൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വർഷം സമർപ്പിത വർഷമാണ്. ഈ സമർപ്പിത വർഷത്തിൽ നമുക്കൊരു വൈദ്യനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ദൈവം തരുന്ന ഏറ്റവും വലിയ സമ്മാനമാണത്. അതുപോലെ തന്നെ അടുത്ത ഡിസംബർ 8 മുതൽ കരുണയുടെ വർഷമായിട്ട് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ കരുണയുടെ വർഷം ഒരുപാട് ഭാവികൾക്കും പുറന്തള്ളപ്പെട്ടവർക്കും ഉള്ള ആ വ്യക്തികൾക്ക് കരുണ ലഭിക്കത്തക്ക പോലെ നിരഞ്ജന കുദാശയൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ജോലി സമർപ്പിക്കുകയാണ്. എളിയവനും ബലഹീനനും ആയ ജോർജ് മാസിനെ ശക്തിപ്പെടുത്തണമേ. അവിടുത്തെ കരങ്ങളിലെ ശക്തമേറിയ ഒരു ഉപകരണമായി മാറിക്കൊണ്ട് പ്രത്യേകിച്ച് മിഷൻ പ്രദേശങ്ങളിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അവിടെയുള്ള ആളുകൾക്ക് വലിയ സ്നേഹത്തിൻ്റെ സന്ദേശം, അവിടുന്ന് ലോകത്തോട് കാണിച്ച വലിയ സ്നേഹത്തിൻ്റെ സന്ദേശം അറിയിക്കുവാനും സുവിശേഷം അറിയിക്കുവാനും അനേകരെ മനസ്സാന്തരേക്ക് തിരിക്കുവാനുള്ള ശക്തിയും പ്രാപ്തിയും കൊടുക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ജോർജ് ചമ്മാച്ചനെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. നാളത്തെ എല്ലാ പരിപാടികളും പരിശുദ്ധാത്മാവിൻ്റെ നിറവും സാമീപ്യവും എപ്പോഴും അനുഭവിക്കുവാന്, ദൈവാനുഗ്രഹത്താൽ എല്ലാം ഭംഗിയായി മുന്നേറുവാനും നല്ല തമ്പുരാനെ അങ്ങയുടെ അനുഗ്രഹ വർഷം ഞങ്ങളുടെ എല്ലാവരുടെയും മേലുണ്ടായിരിക്കണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശയ്യാപ്രവാചന പുസ്തകം 43-ാം അധ്യായം 1-ാം വാക്യം ദൈവം അരുളി ചെയ്യുക, എന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് പറയുക. ഈശോ പ്രത്യേകമാം വിധം ജോർജ് ശമാസിനെ തൻ്റെ പൗരോഹിത്യത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ്. നാളെ പൗരോഹിത്യം സ്വീകരിക്കുമ്പോൾ മറ്റൊരു ക്രിസ്തുവായിട്ട് തീരേണ്ടവനാണ് ശമാസൻ. സ്നേഹനാഥനായ നല്ല ഈശോയെ, അവിടുത്തെ കൃപയും അതുപോലെ കരുണയും അവിടുത്തെ ശക്തിപ്പെടുത്തലും ഉണ്ടെങ്കിൽ മാത്രമേ ഏറ്റെടുക്കുന്ന ദൗത്യങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈശോയെ, അങ്ങയോട് ചേർന്ന് നിന്നുകൊണ്ട് പൗരോഹിത്യ ധർമ്മങ്ങൾ യഥാവിധി ചെയ്യുവാനായിട്ട് അങ്ങയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള കൃപ നൽകി ഈ ശമാസിനെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാളെ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുന്ന നിമിഷം മുതൽ മരണം വരെ തൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ വിശ്വസ്തതാപൂർവ്വം നിലനിൽക്കുവാൻ വേണ്ട എല്ലാ കൃപാവരങ്ങളും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ഈശോയെ, മനോഹരമായ ഈ സായന വേളയോർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജനതകൾക്ക് പ്രകാശമായി ഞാൻ നിന്നെ നിയോഗിച്ചു. നല്ല ഈശോയെ, അവിടുന്ന് പ്രിയപ്പെട്ട ജോർജ് ഡീക്കിന് കൊടുത്ത ദൈവവിളി ജനിക്കുന്നതിന് മുൻപ് തന്നെയുള്ള അങ്ങയുടെ തീരുമാനമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മനോഹരമായി അവിടുന്ന് ഈ മകന് ജന്മം നൽകി. നല്ല ക്രിസ്തീയ കുടുംബത്തിൽ, ക്രിസ്തീയ സാഹചര്യത്തിൽ, ക്രിസ്തീയ മാതാപിതാക്കൾക്ക് മകനായി ജനിക്കുവാൻ ഈ മകനെ അവിടുന്ന് അനുവദിച്ചു. സമയത്തിൻ്റെ പൂർത്തിയിൽ അങ്ങയുടെ സ്വന്തമായി അവിടുന്ന് സ്വീകരിച്ചു. ഈശോനാഥ, നാളിതുവരെയുള്ള ജീവിതത്തിൽ ഈ പ്രിയപ്പെട്ട മകൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് വർഷിച്ചിട്ടുള്ള സകല അനുഗ്രഹങ്ങളെയും ഓർത്ത്
ഡീഗിനോട് ചേർന്ന് ഞങ്ങളും അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, തുടർന്ന് വരുന്ന ഓരോ ദിനങ്ങളിലും അങ്ങയുടെ തിരുഹിതം തിരിച്ചറിയുവാനും അവ ശിരസ നിർവഹിക്കുവാനും വേണ്ട എല്ലാ കൃപാവരങ്ങളും പരിശുദ്ധാത്മാവിന്റെ ദാനവരങ്ങളും അങ്ങയുടെ പ്രിയപ്പെട്ട മകന്റെ മേൽ വർഷിച്ച് അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ലവനായ ദൈവമേ, അങ്ങയുടെ കൂടെ ഉണ്ടായിരിക്കുവാനും അങ്ങയുടെ വചനം എല്ലാവർക്കും അറിയിക്കുവാനും അങ്ങയുടെ നാമത്തിൽ അത്ഭുത കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുവാനും അങ്ങ് ഈ ജോർജസിനെ ചമാസിനെ വിളിച്ചതിൽ അങ്ങേക്ക് സ്തുതി സ്തോത്രം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ പദവിയിലേക്ക് വിളിക്കപ്പെടുവാൻ കാരണമായ അമ്മയെയും ബന്ധുമിത്രാദികളെയും ധാരാളമായി അങ്ങയുടെ സഹായം നൽകി അവരെ അനുഗ്രഹിക്കണമെന്നും മരിച്ചുപോയ ശമാസിൻ്റെ പിതാവിന് നിത്യശാന്തി നൽകണമെന്നും കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സച്ചിന്തകളെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ആത്മീയമായ വളർച്ചയും സുരക്ഷിതത്വവും നൽകി പ്രിയപ്പെട്ട ശമാസിനെ അങ്ങ് അനുഗ്രഹിക്കണമേ. മാതാപിതാക്കന്മാരുടെയും സഭയുടെയും പ്രതീക്ഷയ്ക്ക് ഉയരുവാനും ആത്മീയ ചൈതന്യമുള്ള സ്നേഹം നിറഞ്ഞ നല്ല വൈദ്യനയത്തിലുള്ള അനുഗ്രഹം അദ്ദേഹത്തെ പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയുടെ അവസാനം എന്നീ സൂചനയായിട്ട് നന്ദി ദൈവമേ എന്നുള്ള ഗാനം ആരംഭിച്ചുകൊണ്ട് പ്രാർത്ഥന അവസാനിപ്പിക്കാം. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, അങ്ങ് തന്ന ദാനത്തിനായി നന്ദിയേകിടാം, അങ്ങ് തന്ന സ്നേഹത്തിനായി നന്ദിയേകിടാം. നന്മരൂപനേ, നല്ല ദൈവമേ, നന്മരൂപനേ, നല്ല ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. നമുക്ക് ഈ നിമിഷങ്ങളിൽ ആശീർവാദത്തിനായിട്ട് തലകുനിക്കാം. നമുക്ക് ഈ നിമിഷങ്ങളിൽ ശുഭാശനം വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അഭിഷേകം ഉണ്ടാകുവാനായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ കൃപ ധാരാളമായി വർഷിക്കപ്പെടുവാനായിട്ട്, എല്ലാവിധ ടെൻഷനുകളും ഒഴിവാക്കിക്കൊണ്ട് പഠനത്തിന് അടുത്ത ഒരുക്കം നടത്തുവാനായിട്ട്, ആത്മാവിൻ്റെ കൃപ ധാരാളമായിട്ട് ചൊരിയപ്പെടുവാനായിട്ട് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അതിനെ ഓർശ്ലേം നാഥനായിന്ന് ഓശാന പാടുന്നു, കുറവെല്ലാം മറന്നെന്നിൽ നീ എന്നെന്നും വരമായി തെളിഞ്ഞിടണേ. ഓർശ്ലേം നാഥനായിന്ന് ഓശാന പാടുന്നു, കുറവെല്ലാം മറന്നെന്നിൽ നീ എന്നെന്നും വരമായി തെളിഞ്ഞിടണേ. ജ്ഞാനത്തിൻ നിറമാരി ആത്മാവിലേകു, ജീവിതം സഫലമാകാൻ
ആത്മാവിലേകു ജീവിതം സഫലമാകാൻ ജീവനും മാർഗവും നിന്നിലാണെന്ന് ഓർത്തു ഞാൻ നീങ്ങിടും നിൻ ദിവ്യപാതേ. ഈശോ നീ വരണേ, എന്നാത്മവിശുദ്ധി നീ നൽകിടണേ. ഓർശ്ലേം നാഥനായി ഇന്ന് ഓശാന പാടുന്നു, കുറവെല്ലാം മറന്നെന്നിൽ നീ എന്നെന്നും വരമായി തെളിഞ്ഞിടണേ. കാരുണ്യ കൈവിരൽ നീട്ടി നീ എൻ്റെ കണ്ണുനീർ മായ്ച്ചിടണേ. കാരുണ്യ കൈവിരൽ നീട്ടി നീ എൻ്റെ കണ്ണുനീർ മായ്ച്ചിടണേ. ഭാരവും പേറി ഞാൻ തളർന്നിടുമ്പോൾ സ്നേഹമാം സാന്ത്വനം നൽകിടണേ. നാഥ ആത്മാവിനെ എന്നും എനിക്കേകണേ നീ സ്നേഹമാ. ഓർശ്ലേം നാഥനായി ഇന്ന് ഓശാന പാടുന്നു, കുറവെല്ലാം മറന്നെന്നിൽ നീ എന്നെന്നും വരമായി തെളിഞ്ഞിടണേ. ഓർശ്ലേം നാഥനായി ഇന്ന് ഓശാന പാടുന്നു, കുറവെല്ലാം മറന്നെന്നിൽ നീ എന്നെന്നും വരമായി തെളിഞ്ഞിടണേ. എത്രയും ദയയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. എത്രയും ദയയുള്ള മാതാവേ. ശരണം ഗമിപ്പൂ നിൻ തൃപ്പാദത്തിൽ, കരുണ തൻ നിറകുടമാകുമമ്മേ. ശരണം ഗമിപ്പൂ നിൻ തൃപ്പാദത്തിൽ, കരുണ തൻ നിറകുടമാകുമമ്മേ. കനിവോടെ ഇവരെ നീ കാക്കണമേ, കന്യകമാരുടെ റാണി നീയേ. എത്രയും ദയയുള്ള മാതാവേ. തിരികൾ തെളിഞ്ഞിടുമീ നിമിഷമിതാ.
മനസ്സോടെ നിന്നാഥനു നൽകിടൂ. ആബേലിന്റെ ബലി പോൽ പൂർണ്ണമാമൊരു ബലി നീ പരിപൂർണമാം മനസ്സോടെ നിന്നാഥനു നൽകിടൂ. നാഥനെ വരവേൽക്കൂ. ബലിദായകൻ ഞാൻ ബലിപീഠത്തിൽ ബലിവസ്തുവാകാനൊരുങ്ങിടുന്നു. ബലിദായകൻ ഞാൻ ബലിപീഠത്തിൽ ബലിവസ്തുവാകാനൊരുങ്ങിടുന്നു. എന്നാത്മനാഥനാമേശുവിൽ ഞാൻ ആത്മാർപ്പണത്തിനൊരുങ്ങിടുന്നു. എന്നാത്മനാഥനാമേശുവിൽ ഞാൻ ആത്മാർപ്പണത്തിനൊരുങ്ങിടുന്നു. ബലിദായകൻ ഞാൻ ബലിപീഠത്തിൽ ബലിവസ്തുവാകാനൊരുങ്ങിടുന്നു. തിരുഭോജ്യവും പിന്നെ തിരുനിണവും വൈദികൻ കരങ്ങളിലുയർത്തിടുമ്പോൾ, തിരുഭോജ്യവും പിന്നെ തിരുനിണവും വൈദികൻ കരങ്ങളിലുയർത്തിടുമ്പോൾ, അനുനിമിഷം ഞാൻ എന്നെ നൽകാം. തൃപ്പാതെ എന്നെ ഞാൻ അർപ്പിച്ചിടാം. അനുനിമിഷം ഞാൻ എന്നെ നൽകാം. തൃപ്പാതെ എന്നെ ഞാൻ അർപ്പിച്ചിടാം. അബ്രാഹമേകിയ കാഴ്ച പോലെ മാതാവിനാത്മസമർപ്പണം പോലെ ഞാനിന്നു നൽകുമീ കാഴ്ചയും നീ സ്വീകരിക്കണമേ യേശുനാഥ. ഞാനിന്നു നൽകുമീ കാഴ്ചയും നീ സ്വീകരിക്കണമേ യേശുനാഥ. ബലിദായകൻ ഞാൻ ബലിപീഠത്തിൽ ബലിവസ്തുവാകാനൊരുങ്ങിടുന്നു. എൻ മനവും എൻ്റെ ചെയ്തികളും തിരുസവിധേ ഞാനേകിടുന്നു. എൻ മനവും എൻ്റെ ചെയ്തികളും തിരുസവിധേ ഞാനേകിടുന്നു. നിൻ മുൻപിൽ എന്നെ ഞാനേകിടുന്നു.
കാഴ്ചകൾ സദയം നീ സ്വീകരിക്കൂ. നിൻ മുൻപിൽ എന്നെ ഞാൻ ഏകിടുന്നു. കാഴ്ചകൾ സദയം നീ സ്വീകരിക്കൂ. ബലിദായകൻ ഞാൻ ബലിപീഠത്തിൽ ബലിവസ്തുവാകാൻ ഒരുങ്ങിടുന്നു. അബ്രാഹമേകിയ കാഴ്ച പോലെ മാതാവിനാത്മസമർപ്പണം പോലെ ഞാനിന്നു നൽകുമീ കാഴ്ചയും നീ സ്വീകരിക്കേണമേ യേശുനാഥ. ഞാനിന്നു നൽകുമീ കാഴ്ചയും നീ സ്വീകരിക്കേണമേ യേശുനാഥ. ദൈവത്തിന് സമർപ്പിച്ച മാതാപിതാക്കൾ ഈ ധന്യദാനത്തിനു വേണ്ടി പരിശുദ്ധമായ ആഗ്രഹങ്ങളോടെ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചു കഴിയുകയായിരുന്നു. അവരുടെ സുന്ദര പ്രതീക്ഷകൾ പൂവണിയുകയായി. അതുപോലെ നമ്മുടെ മാതൃസഭയെ സംബന്ധിച്ച് അത്യധികം ആനന്ദദായകമായ ഒരു സൂചനമാണ്. കാരണം ഭയഭക്തിജനകമായ ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ, തിരുവചനം പ്രഘോഷിക്കുവാൻ, സഭയിൽ ഒരു കാര്യസ്ഥനെ പോലെ ശുശ്രൂഷ നിർവഹിക്കുവാൻ ജീവിതം മുഴുവൻ വിട്ടുകൊടുത്തുകൊണ്ട് ഈ സഭാതനെ തിരുസഭയോടുള്ള നിർവ്യാജ സ്നേഹം പ്രകടമാക്കുകയാണ്. പരിശുദ്ധമായ നിമിഷത്തിൽ നമുക്ക് ഭക്തിപൂർവ്വം ദൈവത്തെ സ്തുതിക്കുകയും വൈദികർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. പട്ടം സ്വീകരിക്കുന്ന സംസ്ഥാനയുടെ ശിരസ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചിയും പെൺകുട്ടി സഹോദരനും ഈ സമയം കൈവച്ച് പൈതൃക അനുഗ്രഹം നൽകുകയാണ്. നമുക്കെല്ലാവർക്കും ഇരിക്കാം. ഇന്ന് പട്ടം സ്വീകരിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് മറ്റത്തിനാനിക്കൽ ഷമാശൻ, സലീഷ്യൻ കോൺഗ്രിഗേഷൻ്റെ പ്രൊഫഷണൽ ഫാദർ മൈക്കൽ രാജ്, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, ഷമാശൻ്റെ മാതാപിതാക്കന്മാരെ, ചിന്തയിലെ മറ്റ് സഹോദരി സഹോദരന്മാരെ, സ്നേഹമുള്ള വത്സല്യമുള്ള കുട്ടികളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സന്തോഷകരമായ ഒരു സുദിനമാണ്. നമ്മുടെ ഇടവക സമൂഹത്തിൽ നിന്നും ജോർജ് ഷമാശൻ വൈദിക പദവി സ്വീകരിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിച്ചൊരുങ്ങി അനേകരുടെ പ്രാർത്ഥന സഹായത്തോടെ
ഈ വർഷം നമുക്കൊരു വൈദികനെ ലഭിക്കുന്നതിൽ നമുക്ക് തമ്മിൽ നന്ദി പറയാം. ഏറ്റവും വലിയ സമ്മാനമാണ്, ദൈവത്തിൻ്റെ സമ്മാനമാണ്, ഈ വർഷത്തെ സമ്മാനമാണ് നമ്മുടെ പ്രിയപ്പെട്ട ശമാശം. ചെമ്പേരി കുടിയേറ്റക്കാരുടെ സ്ഥിരാകേന്ദ്രം എന്നാണ് അറിയപ്പെടുക. ഈ ചെമ്പേരിയിൽ നിന്നും വിവിധ കോൺഗ്രിഗേഷനിലായിട്ട് സന്യാസ സമൂഹങ്ങളായിട്ട് നൂറുകണക്കിന് അച്ഛന്മാരും സിസ്റ്റർമാരും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അവസാനത്തെ കണ്ണിയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സംഭാഷണം വൈദ്യപ്പെട്ട സ്വീകരിക്കുകയാണ്. ഇന്ന് വളരെ വേഷങ്ങൾ സഹിച്ചാണ് എത്തിച്ചേരുന്നത്. രാവിലെ ബാംഗ്ലൂരിൽ എത്തിച്ചേ ഉള്ളൂ. നമുക്ക് ഊഹിക്കാം, യാത്രയിൽ സമയത്തിന് പിതാവെത്തി. പിതാവ് നമുക്കറിയാം, മാണ്ഡ്യ രൂപതയെ അഭിൻ്റെ പിതാവായിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് തലശ്ശേരിയുടെ ഉത്തരവാദിത്വം സഭ പിതാവിയായിരിക്കുന്നത്. മാനന്തവാടിയുടെ അഡ്മിനിസ്ട്രേറ്ററായിട്ട്, മാനന്തവാടിയുടെ PG ആയിട്ട്, അതുപോലെ തന്നെ അവിടുത്തെ കാത്തലിക് സംഘടനയായിട്ട് വിശ്വാസ പരിശീലന രംഗത്ത് മിഷൻ ലീഗിൻ്റെ സംഘടനാപരമായ കാര്യങ്ങളിൽ ഇവിടെ മൊത്തം അജപാല ശുശ്രൂഷ രംഗത്ത് നിറഞ്ഞു പ്രവർത്തിച്ചതിന് ശേഷമാണ് പിതാവ് അതിൻ്റെ പിതാധ്യക്ഷനായിട്ട് മാറുന്നത്. ഇപ്പോൾ പിതാവ് ഹൃദയെ വളരെ ഭംഗിയായിട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവും പകലുമില്ലാതെ പിതാവ് ഓടുകയാണ്. 188 ഇടവയിൽ മുഴുവൻ പിതാവ് ഓടിയെത്തി. എല്ലാ വികാരിച്ചന്മാരെയും കണ്ട്, ഓരോ ഭവനിലും വൈദികരെ കണ്ട്, വ്യത്യസ്ത സംഘടനകളെ കണ്ട് പിതാവ് എല്ലാവരുമായിട്ട് നല്ലൊരു സ്നേഹബന്ധം സ്ഥാപിക്കുവാൻ പിതാവിന് സാധിച്ചു. രൂപതയിൽ ശമാശൻ്റെ അമ്മയും അങ്കിളും മറ്റനേക കുടുംബാംഗങ്ങളും ഇവിടെ ഉണ്ട്. അവരെല്ലാം ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സെൻറ്റ് പോൾ സൊസൈറ്റിയുടെ പ്രൊവിൻഷ്യൽ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവരെല്ലാവരെയും ഞാൻ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട മാത്യു ചാരിലും നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ പിതാവിനോടൊപ്പം എല്ലാ വൈദികരെയും, പ്രൊവിൻഷ്യൽമാരെയും, മാത്യു ചാരിനെയും, വൈദിക സിസ്റ്ററെയും, വ്യത്യസ്ത സന്യാസങ്ങളുള്ള സിസ്റ്റേഴ്സിനെയും, ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരെയും എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ തിരുക്കർമ്മങ്ങളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രത്യേകമായിട്ട് നമുക്ക് സമാശത്തിൽ പ്രാർത്ഥിക്കാം. അതോടൊപ്പം പട്ടം നൽകുന്ന പിതാവിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. പിതാവിലൂടെ വലിയ കാര്യങ്ങൾ രൂപതയ്ക്ക് ലഭിക്കാൻ വേണ്ടി, നന്മ ലഭിക്കാൻ വേണ്ടി, തമ്പുരാന്റെ കാരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തിരുക്കർമ്മങ്ങൾ ആരംഭിക്കാം. ദേവാലയത്തിലെ നിലവിളക്ക് തെളിയിക്കുകയാണ്. അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ സംസ്ഥാന ജോർജ് പദ്ധതിനാരന് പുരോഗമനം നൽകി സഭയിലെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ ദാസനെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്തിന്റെ പ്രബോധന അധികാരമാണ് തിരുപ്പട്ടം വഴി നൽകുന്നത്. സത്യവിശ്വാസം പഠിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും കടപ്പെട്ടവരാണ് വൈദികർ. ഈ സത്യം അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സംസ്ഥാനം സഭയുടെ വിശ്വാസം ഏറ്റുപറയുന്നു. അയോഗ്യനായ ഞാൻ സംസ്ഥാന മറ്റത്തിനാനിക്കൽ ജോൺ അഗസ്റ്റിൻ അത്യുന്നതനായ ദൈവത്തിന്റെ കൃപയാൽ മാർ ജോർജ് നല്ലക്കാട് മെത്രാപ്പൊലീത്തായുടെ മുമ്പാകെ കത്തോലിക്ക സത്യവിശ്വാസം ഏറ്റുപറയുന്നു. ദൈവത്തിന്റെ സ്തുതിയായിരിക്കട്ടെ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും
നിന്നുള്ള സത്യദേവവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി കരുതപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും തിരിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലാഹികവും സാർവത്രികമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിൽ ഏകമാമോദിസായി ശരീരത്തിൽ ഉയർത്തും നിത്യായുസ്സ് ഞാൻ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സാധാരണമോ സാർവത്രികമോ ആയ പ്രബോധന അധികാരം വഴിയോ ഔദ്യോഗികമായ തീർപ്പ് കൽപ്പിക്കുന്നത് വഴിയോ തിരുസഭയിലൂടെ ദൈവികമായി ബന്ധപ്പെട്ടതും നാം വിശ്വസിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതുമായ എഴുതപ്പെട്ടതും പാരമ്പര്യത്തിലൂടെ കൈമാറപ്പെട്ടതുമായ ദൈവവചനത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നവയെല്ലാം ഉറച്ച ബോധ്യത്തോടെ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച് സവനീയമായി നിർദ്ദേശിച്ചിരിക്കുന്ന എല്ലാ പ്രബോധനങ്ങളും ഞാൻ ദൃഢമായി സ്വീകരിക്കുന്നു. കൂടാതെ റോമിലെ മാർപ്പാപ്പയോ മെത്രാൻ സംഘമോ ഔദ്യോഗിക പ്രബോധനാധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കുന്നവ അവർ അവയെ നിയതമായി നിർവഹിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും അവയോടുള്ള വിശ്വാസപൂർവമായ വ്യക്തിഗതത്വം പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി ഞാൻ ഏറ്റുപറയുന്നു. പത്രോസിന്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ മാർപ്പാപ്പയെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പോലീത്തയോടും അദ്ദേഹത്തിന്റെ പിൻഗാമികളോടും വിധേയത്തോടുകൂടി ഉറപ്പിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കാൻ നിയോഗിക്കപ്പെടുന്ന രൂപതയിലെ മെത്രാനെ പൂർണ്ണ ഹൃദയത്തോടും വിധേയത്തോടും കൂടി അനുസരിച്ചു കൊള്ളാമെന്നും അദ്ദേഹത്തിന്റെ കൽപ്പനകൾ ഒരിക്കലും ലംഘിക്കുകയില്ലെന്നും ഞാൻ ഏറ്റുപറയുന്നു. അത്യുന്നതനായ ദൈവം എന്നെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം എനിക്ക് സാക്ഷിയായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. നിന്നിലുള്ള പാപഫലം മുഴുവൻ എന്നേക്കുമായി വിശ്വശാന്തിക്ക് കളയട്ടെ എന്ന പ്രാർത്ഥനയോടെ അഭിമന്യ പിതാവ് വൈദികാർത്തിയുടെ മുടി മുറിക്കുന്നു. പരിശുദ്ധ പൗരോഹിത്യമെന്ന ദൈവിക ദാനം സ്വീകരിക്കുന്നത് പാപത്തോടും ലോക ആഗ്രഹങ്ങളോടുള്ള ബന്ധം പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്നും നിർമ്മലമായ ഹൃദയത്തോടും പരിശുദ്ധ മനസ്സാക്ഷിയോടും സംശുദ്ധമായ കരങ്ങളോടും കൂടി പരിപാലനമായ ജീവിതം നയിക്കണമെന്നും തിരുസഭ മാതാവ് വൈദികാർത്തിയെ അനുസ്മരിപ്പിക്കുന്നു. ദൈവസേവനത്തിനായി പ്രത്യേകമായ വിധത്തിൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ജീവിതം നയിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ കർമ്മം സൂചിപ്പിക്കുന്നത്. നിന്നിലുള്ള പാപഫലം മുഴുവൻ നീക്കിക്കളയട്ടെ. സംശുദ്ധമായിടണം നിൻരാജ്യമെന്നെന്നും വന്നീടണം പാരി പരിശുദ്ധൻ 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 നീ. Oh
ബലഹീനങ്ങളായ മനുഷ്യകരങ്ങളിലൂടെയാണ് അത് നിർവഹിക്കപ്പെട്ടത്. പരിശുദ്ധവും പരിപാലനവുമായി കർമ്മം അനുഷ്ഠിക്കുവാൻ തന്നെ ശക്തനാക്കണമെന്ന് പരമകാരുണികനായ ദൈവത്തോട് അഭിമന്യ പിതാവ് പ്രാർത്ഥിക്കുന്നു. മഹോന്നതവും ശ്രേഷ്ഠവുമായ ആധ്യാത്മിക കർമ്മം നിർവഹിക്കുവാൻ അഭിമന്യ പിതാവിനെ ശക്തനാക്കണമെന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അനന്ത കാരണത്താൽ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. അധപ്പതിച്ചുപോയ ഞങ്ങളെ അങ്ങയുടെ അളവറ്റ കൃപയാൽ സമുദ്ധരിക്കണമേ. ആത്മീയ ദാനങ്ങൾ പ്രദാനം ചെയ്യുന്ന ദിവ്യരഹസ്യങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടും നിർമ്മല മനസ്സാക്ഷിയോടും കൂടി പരികർമ്മം ചെയ്യുന്നതിനും നീതിയുടെ പ്രവൃത്തികളാൽ അവയെ പൂർണ്ണമാക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആധ്യാത്മിക വരവിന്റെ ദാതാവും പിതാവും പുത്രന് പരിശുദ്ധാത്മാവുമായ സർവേശ്വര സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം മനോഹരമാകുന്നു. കർത്താവിന്റെ അംഗം കാണുവാൻ എന്റെ ആത്മാവ് ആശിച്ച് കാത്തിരുന്നു.
നിങ്ങളുടെ ഹൃദയങ്ങൾ കഴുകി വിശുദ്ധി വരുത്തി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവ് രഹസ്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനത്തിൽ പരിപാലിക്കുന്നവരുമാകും. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകും. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ജീവിക്കും സർവേശ്വരരെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 3 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഗുരുവാശം. മോശ തന്റെ അമ്മായിപ്പനും മിദിയാനിലെ പുരോഹിതനുമായ ജെത്രോയുടെ ആടുകളെ മേയിച്ചു കഴിയുകയായിരുന്നു. അവൻ മരുഭൂമിയുടെ ഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിന്റെ മലയായ ഹോറേബിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു മുൾപടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ ഉറ്റുനോക്കി. മുൾപടർപ്പ് കത്തിജ്വലിക്കുകയായിരുന്നു, എങ്കിലും അത് എരിഞ്ഞു ചാമ്പലായില്ല. അപ്പോൾ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്തു ചെന്ന് ഒന്ന് കാണട്ടെ. മുൾപടർപ്പ് എരിഞ്ഞു ചാമ്പലാകുന്നുമില്ലല്ലോ. അവൻ അത് കാണുന്നതിന് അടുത്തു ചെല്ലുന്നത് കർത്താവ് കണ്ടു. മുൾപടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു, മോശേ, മോശേ. അവൻ വിളി കേട്ടു. ഇതാ ഞാൻ, അവിടുന്ന് അരുളി ചെയ്തു, അടുത്തു വരരുത്, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അവിടുന്ന് തുടർന്നു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. മോശ മുഖം മറിച്ചു. ദൈവത്തിൻ്റെ നേരെ നോക്കുവാൻ അവന് ഭയമായിരുന്നു. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായ
ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു. ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കലേക്ക് അയക്കാം. നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്നും കൊണ്ടുവരണം. സഹോദരരെ, ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 61-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. വിമോചനത്തിന്റെ സദ്വാർത്ത. ദൈവമായ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ദൈവം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങളെന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും. പൂർവാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും. നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും. തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. വിദേശികൾ നിങ്ങളുടെ ആട്ടിൻപറ്റങ്ങളെ മേയ്ക്കും. പരദേശികൾ നിങ്ങളുടെ ഉഴവുകാരും മുന്തിരി വെട്ടിയെടുക്കുന്നവരുമാകും. കർത്താവിൻ്റെ പുരോഹിതരെന്ന് നിങ്ങൾ വിളിക്കപ്പെടും. നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകരെന്ന് നിങ്ങൾ അറിയപ്പെടും. ജനതകളുടെ സമ്പത്ത് നിങ്ങൾ അനുഭവിക്കും. അവരുടെ ധനം കൈവശപ്പെടുത്തി നിങ്ങൾ അഭിമാനിക്കും. ലജ്ജിതരായിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും. അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കും. നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും. നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. കാരണം കർത്താവായ ഞാൻ നീതി ഇഷ്ടപ്പെടുന്നു. കൊള്ളയും തിന്മയും ഞാൻ വെറുക്കുന്നു. വിശ്വസ്തയോടെ അവർക്ക് ഞാൻ പ്രതിഫലം നൽകും. അവരുമായി ഞാൻ നിത്യമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. അവരുടെ പിൻതലമുറ ജനതകളുടെ ഇടയിലും സന്തതി രാജ്യങ്ങൾക്കിടയിലും അറിയപ്പെടും. കർത്താവിനാൽ അനുഗ്രഹീതമായ ജനമെന്ന് അവരെ കാണുന്നവർ ഏറ്റു പറയും. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. വരൻ പുഷ്പമാല്യം അണിയുന്നത് പോലെയും വധു ആഭരണഭൂഷിതയാകുന്നത് പോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്തു. ദൈവമായ കർത്താവിന് സ്തുതി.
5-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഗുരുവാസം വരിക്കുന്നു. മിശിക സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഒരു സഹശ്രേഷ്ഠനും ക്രിസ്തുവിന്റെ സഹനങ്ങളുടെ ദൃക്സാക്ഷിയും വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തിന്റെ പങ്കുകാരനും എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ ഇടയിലെ ശ്രേഷ്ഠന്മാരെ ഉപദേശിക്കുന്നു. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ അജഗണത്തെ പരിപാലിക്കരുത്. അത് നിർബന്ധം മൂലമായിരിക്കരുത്. ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം. ലാഭേച്ഛയോടെ ആയിരിക്കരുത്. തീഷ്ണതയോടെ ആയിരിക്കണം. അജഗണത്തിന്റെ മേൽ ആധിപത്യം ചുമത്തിക്കൊണ്ടായിരിക്കരുത്. സന്മാതൃക നൽകിക്കൊണ്ടായിരിക്കണം. ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിന്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യേശു താൻ വളർന്ന സ്ഥലമായ നസറത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവൻ നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏറ്റതിനു ശേഷം അവനിരുന്നു. സിലോവയിലുണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. എല്ലാവരും അവനെ പറ്റി പ്രശംസിച്ച് പറയുകയും അവന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചനം കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ഇവൻ ജോസഫിന്റെ മകനല്ലേ എന്നവർ ചോദിച്ചു. അവൻ അവരോട് പറഞ്ഞു, വൈദ്യ, നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന് ചൊല്ല് ഉദ്ധരിച്ചുകൊണ്ട്, തീർച്ചയായും നിങ്ങൾ എന്നോട് കഫർനാമിൽ നീ ചെയ്ത അത്ഭുതങ്ങൾ ഇവിടെ നിന്റെ സ്വന്തം സ്ഥലത്തിൽ ചെയ്യുക എന്ന് പറയും. എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പറയുന്നില്ല, ഒരു നിമിഷം നിന്നാമതി പട്ടം കൊടുത്ത് കഴിഞ്ഞിട്ട് പ്രസംഗിക്കുന്നുള്ളൂ. തിരുവചനം നമ്മൾ കേട്ടു. കർത്താവിന്റെ പരസ്യ ജീവിതത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ വചനങ്ങളാണ്. ഇതുവരെയാണ് വന്ന് രണ്ടാമത്തെ വായനയെ യേശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ ശ്രമിച്ചത്. കർത്താവിന്റെ ആത്മാവ് ജോർജ് സെബാസ്റ്റ്യന് പേരിൽ ധാരാളമായി ഇറങ്ങി വന്ന് വസിക്കണമെന്നും അദ്ദേഹത്തെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് ഉയർത്തണമെന്നും അദ്ദേഹത്തിന് വേണ്ടിയും ഒപ്പം എല്ലാ വൈദിക സമൂഹത്തിന് വേണ്ടിയും നമുക്ക് അവസരത്തിൽ പ്രാർത്ഥിക്കാൻ മൗനമായ നിമിഷം മാസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ആവശ്യമുള്ള പ്രാർത്ഥനയിൽ നമുക്ക് സജീവം പങ്കുചേർന്നുകൊണ്ട് സംസ്ഥാനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.
ക്ഷേമത്തിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഈ സഹോദരന് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. അങ്ങേ ദാസന്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായിരിക്കണമേ. സഭാ ശുശ്രൂഷയിൽ അങ്ങ് നടത്തുവാനും അങ്ങയോടുള്ള വിശ്വസ്തതയും മരണവരെ ഉറച്ചു നിൽക്കുവാനും ഇയാൾക്ക് കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. 122 സങ്കീർത്തനമാണ് അടുത്തു വരുന്ന കാനോനയിൽ നാം ചൊല്ലുന്നത്. കർത്താവേ, എന്റെ ശുശ്രൂഷകരിൽ ധാരാളമായി കൃപ വർഷിക്കണമേ എന്ന പ്രാർത്ഥനയാണ് ഇവിടെ നടത്തുന്നത്. തുടർന്ന് കാർമികൻ ഈശോയുടെ തിരുപ്പറ്റം സ്വീകരിക്കാൻ ആഗ്രഹിച്ച് അണഞ്ഞിരിക്കുന്ന വൈദിക അർത്ഥിക്ക് എല്ലാ ദാനങ്ങളും വരങ്ങളും കൃപകളും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഭക്തിപൂർവ്വം ഈ പ്രാർത്ഥനകളിൽ പങ്കുചേരാം. അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്ക് എന്ന പോലെ, ദാസിയുടെ കണ്ണുകൾ നാഥയുടെ നേർക്ക് എന്ന പോലെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതുവരെ ഞങ്ങളുടെ ദൃഷ്ടികൾ അങ്ങേ തന്നെ നോക്കിയിരിക്കും. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങൾ അപമാനം സഹിച്ചുമെടുത്തു. ആക്ഷേപങ്ങളുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദനവും കൊണ്ട് ഞങ്ങളുടെ ആത്മാവ് തളർന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ സ്തുതി ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, നിർമ്മലരായ ആത്മാക്കളെ നിഗൂഢമായി പ്രകാശിപ്പിക്കുകയും സജീവിതമായ ദൈവങ്ങളിൽ ശുദ്ധതയുടെ പ്രകാശരശ്മികൾ പരസ്യമായി ഉജ്ജ്വലിപ്പിക്കുകയും സകലരുടെയും നന്മയ്ക്കായി അനവരതം കഥകൾ ചിന്തുകയും ചെയ്യുന്ന പൗരോഹിത്യത്തിന്റെ സുദീർഘമായ പ്രമേയാൽ അങ്ങയുടെ മുമ്പാകെ വിനയപൂർവ്വം പ്രവർത്തിക്കുന്ന അങ്ങയുടെ ദാസന്റെ ആത്മാവിനെ പ്രകാശിപ്പിക്കണമേ. സന്നദ്ധതയോടെ അങ്ങയുടെ ദാനം സ്വീകരിക്കുവാൻ തിളങ്ങുന്ന മാണിക്യം പോലെ അങ്ങയുടെ പ്രകാശത്തെ വിസ്മയമാവിധം സ്വീകരിക്കുവാൻ അധികാരപൂർവ്വം അത് മറ്റുള്ളവരുടെ മേൽ ചൊരിയുവാൻ അങ്ങയുടെ കൃപയാൽ ഇയാളെ യോഗ്യനാക്കണമേ. പൗരോഹിത്യ ധർമ്മം ശ്രദ്ധാപൂർവ്വം നിർവഹിക്കുവാനും ദിവ്യരഹസ്യങ്ങൾ നിർമ്മലമായി പരികർമ്മം ചെയ്യുവാനും ഇയാൾക്ക് വരം നൽകണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മിശിഹായുടെ ശുശ്രൂഷ പൗരോഹിത്യം ഈ ദാസനേകുവാനായി പരിശുദ്ധാത്മാവെ വേഗം പറന്നിറങ്ങണമേ എന്ന ഹൃദയസ്പർശിയായ ഗാനമാണ് തുടർന്ന് ആലപിക്കുന്നത്. പൗരോഹിത്യം പരിശുദ്ധാത്മാവിന്റെ ദാനമാണ്. പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവർക്കല്ലാതെ ഈ കൃപ ലഭിക്കില്ലെന്ന് തിരുവചനം സാക്ഷിക്കുന്നു. പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് ഒരാളെ നിയോഗിക്കുക എന്നത് സഭയെ സംബന്ധിച്ച് വലിയ ഒരു കാര്യമാണ്. നിന്നുടെ ബലി അർപ്പിക്കാനും സ്നേഹത്തിന്റെ ബലിയാകാനും എന്നിങ്ങനെ പുരോഹിതൻ അനുഷ്ഠിക്കേണ്ടതായ വിവിധ കർത്തവ്യങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അവയുടെ വിശ്വസ്തമായ നിർവഹണത്തിൽ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ധാരാളമായി നൽകണമേ എന്ന് ആരാധനാ സമൂഹം മുഴുവൻ ഏകസ്വരത്തിൽ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു.
നമ്മിൽ വന്നു നിറഞ്ഞു വസിച്ചവന ആശ്വാസക പരിശുദ്ധാത്മാ ആരാധകരിലിറങ്ങട്ടെ. സഭയെ നയിച്ചിടുവാൻ സുവിശേഷം നൽകിടുവാൻ ദുഃഖിതരെ പരിരക്ഷിപ്പാൻ വരവിങ്കരുദാസൻ രണ്ട് മുട്ടുകളും കുത്തുന്നത് രണ്ട് ദാനങ്ങൾ അഥവാ നാണയങ്ങൾ സ്വീകരിക്കുന്നു എന്ന് സൂചിപ്പിക്കുവാനാണ്. ബലി അർപ്പിക്കുക, പാപവിമോചനമായ മാമോദീസ നൽകുക എന്നീ രണ്ട് പുരോഹിത കർത്തവ്യങ്ങളെയാണ് രണ്ട് നാണയങ്ങൾ സൂചിപ്പിക്കുന്നത്. കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് പരിശുദ്ധാത്മാവിനെ വിളിക്കുവാനും ആശീർവാദം നൽകുവാനും ആധ്യാത്മിക സന്താനങ്ങളെ ജനിപ്പിച്ച് അവരെ ദിവ്യഭോജനം കൊണ്ട് പോറ്റുവാനും അധികാരവും കൃപാവരവും ലഭിക്കുന്നുവെന്ന് കാണിക്കുവാനാണ്. ഈ ദിവ്യകർമ്മം നിർവഹിക്കുവാൻ തന്നെ അനുഗ്രഹിക്കണമെന്ന് അഭിമന്യ പിതാവ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അഭിമന്യ പിതാവിന് വേണ്ടി നമുക്കും ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കാം. എപ്പോഴും നമ്മോടൊപ്പമായിരിക്കട്ടെ. ഭയഭക്തിജനകവും ഉന്നതവുമായ ശുശ്രൂഷ ബലഹീനരായ കരങ്ങൾ വഴി നമ്മുടെ രക്ഷക്കായി നമുക്ക് പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും നമുക്കെല്ലാവർക്കും സ്വസ്ഥമായി ഇരിക്കാം. പട്ടം നൽകൽ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. പട്ടം നൽകൽ ശുശ്രൂഷയ്ക്ക് രണ്ട് കൈവയ്പ് പ്രാർത്ഥനകളാണുള്ളത്. ആദ്യത്തേതാണ് ഇപ്പോൾ നടക്കുക. കാർമ്മികൻ ഇടതുകൈ യാചനാരൂപത്തിൽ നീട്ടിപ്പിടിക്കുന്നു. ഉന്നതങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് എഴുന്നൽ വരണമെന്ന യാചനയാണ് ഇത് സൂചിപ്പിക്കുന്നത്. വലതുകരം
പട്ടം സ്വീകരിക്കുന്ന ആളിന്റെ മേൽ ഉയർത്തിപ്പിടിക്കുന്നു. പരിശുദ്ധാത്മാവ് ദൈവിക ദാനങ്ങൾ ഈ ആളിന്റെ മേൽ വർഷിക്കട്ടെ എന്നാണ് ഇതിന്റെ അർത്ഥം. തുടർന്ന് പട്ടം സ്വീകരിക്കുന്ന ആളിന്റെ നെറ്റി മുതൽ പുറകോട്ടും വലതു നിന്നും ഇടത്തോട്ടും ഘോഷണം ചെയ്യുന്നു. ദൈവത്തിന്റെ അനന്ത സ്നേഹം അത്ഭുതം പ്രവർത്തിക്കുന്ന ഈ നിമിഷത്തിൽ നമ്മുടെ ഹൃദയത്തിന്റെ അഗാധത്തിൽ നിന്ന് ഉയരുന്ന തീക്ഷ്ണമായ പ്രാർത്ഥന ഈ സഹോദരന് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. കർത്താവിന്റെ ഭൗതിക ശരീരമായ സഭയിലെ ജനത്തിനു വേണ്ടിയാണ് പുരോഹിതൻ അഭിഷിക്തനാകുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആർച്ചനീയൻ വിശ്വാസികളുടെ സമൂഹത്തോട് അഭ്യർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സഭയിൽ പുരോഹിതനായി പട്ടം നൽകപ്പെടുവാൻ രണ്ടാമത്തെ കൈവയ്പ് പ്രാർത്ഥനയാണ് അടുത്തതായി നടക്കുന്നത്. സത്യവചനം പ്രസംഗിക്കുവാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തുവാനും പാപം മോചിക്കുവാനും അധികാരം നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നതിന്റെ അവസാനത്തിൽ വൈദികാക്കിയ റൂഷ്മ ചെയ്ത് സമർപ്പിക്കുന്നതോടുകൂടി അപ്പസ്തോലിക പാരമ്പര്യം വഴി മെത്രാന്മാർക്കുള്ള സൈനിക ശുശ്രൂഷ അധികാരം ഉപയോഗിച്ച് പൗരോഹിത്യ പദവി അഭിമന്യ പിതാവ് യേശുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജോർജ് ശശാനിക്ക് നൽകുന്നു. ഈ ധന്യനിമിഷത്തിൽ മനസ്സിൽ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ബലഹീനങ്ങളായ മനുഷ്യകരങ്ങളിൽ ഇത്ര മഹനീയമായ ഒരു നിക്ഷേപം വച്ചെടുക്കാൻ സന്മനസ് കാണിച്ച ദൈവത്തിന് നന്ദി പറയാം. പ്രതിഫലമായി വരാനിരിക്കുന്ന
ഇയാളെ പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുക്കണമേ. അങ്ങേക്ക് മകനെയും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും സ്നേഹിതമായ കൈകൾക്ക് വഴി ജോർജ് സംസ്ഥാനം ബലിയർപ്പിക്കുവാൻ വേണ്ടി മിശിഹായുടെ പൗരോഹിത്യത്തിൽ അവകാശം സ്വീകരിച്ച് ജോർജ് അച്ഛനായി തീർന്നിരിക്കുന്നു. ഇതുവരെ ധരിച്ചിരുന്ന ശംശാനയുടെ ഔദ്യോഗിക വസ്ത്രങ്ങൾ മാറ്റി ആ സ്ഥാനത്ത് പുരോഹിതന്റെ തിരുവസ്ത്രങ്ങൾ അഭിമതി പിതാവ് അദ്ദേഹത്തെ ഇപ്പോൾ അണിയിക്കുന്നു. ധരിച്ചിരിക്കുന്ന തൊട്ടിന സത്യജ്ഞാനം വഴി നവീകരിക്കപ്പെട്ടതിന്റെ അടയാളമായി അതിനു മുകളിൽ ധരിക്കുന്ന സൂനക എന്ന് വിളിക്കപ്പെടുന്ന കെട്ട് കർത്താവിന്റെ ശുശ്രൂഷയിൽ എന്നും പൂർണ്ണ വിശുദ്ധിയോടുകൂടി നിലനിൽക്കുവാൻ ശുദ്ധതയാകുന്ന വ്യക്തികൊണ്ട് ബന്ധിപ്പിക്കുന്നതിന്റെ അടയാളവും കൂടാത പരിശുദ്ധിയുടെയും നിർമ്മലതയുടെയും പ്രതീകവും കൈകളിൽ ധരിക്കുന്ന സത്യയും വിശുദ്ധ രഹസ്യ പരികരണത്തിന്റെ മഹത്വത്തെയും സൂചിപ്പിക്കുന്നു. ഏറ്റവും മുകളിൽ ധരിക്കുന്ന കാപ്പ സ്വർഗീയ മഹത്വത്തെയും ദൈവിക പരിശുദ്ധിയെയും ദ്യോതിപ്പിക്കുന്ന നീതിയുടെ വസ്ത്രമാണ്. ഭൂമിയിൽ നിന്റെ ജീവിതകാലം മുഴുവൻ നൈപുണ്യത്തോടും തീക്ഷ്ണതയോടും വിശ്വസിച്ചോടും കൂടി തന്നെ പ്രീതിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം എന്നേക്കുമായി നിന്നെ ധരിപ്പിക്കട്ടെ. ദൈവവചനം പ്രസംഗിക്കുവാനും പഠിപ്പിക്കുവാനും അധികാരപ്പെടുത്തുന്നതാണ് പൗരോഹിത്യം. പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് എന്നേക്കുമായി വേർതിരിക്കപ്പെടുന്ന വൈദികന്റെ ജീവിത നിയമം വിശുദ്ധഗ്രന്ഥമായിരിക്കുന്നത് ഓർമ്മിപ്പിച്ചുകൊണ്ട് നവവൈദികന് വിശുദ്ധഗ്രന്ഥം നൽകുന്നു. തുടർന്ന് നവവൈദികരോടുള്ള സ്നേഹവും വാത്സല്യവും പ്രകടമാക്കുവാൻ അഭ്യുപിതാവ് അദ്ദേഹത്തിന്റെ ശിരസിൽ സൂക്ഷിക്കുന്നു. വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം നീ പ്രഘോഷിക്കുന്നു. സുവിശേഷത്തിന്റെ ഈശോ നിന്റെ ശക്തി കേന്ദ്രവും ഈശോ സുവിശേഷം നിന്റെ ജീവിത നിയമവും ആയിരിക്കട്ടെ. തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി എഴുത്താധികൻ ജോർജ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പരിപൂർണ്ണമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. സ്നേഹത്താൽ ദൈവത്തെ പഠിപ്പിക്കുന്നതിനും നയിക്കുന്നതിനും വിശുദ്ധീകരിക്കുന്നതിനുമായി ചെമ്പേരി ഇടവകയിൽ നിന്ന് ഒരാൾ പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു. ദൈവം കാട്ടിയ ഈ അവിടുത്തെ സ്നേഹത്തിന് സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കുകയും ഈ മഹാദാനം സ്വീകരിച്ച വ്യക്തിയിൽ ദൈവാനുഗ്രഹം നിരന്തരമായി വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയുമാണ് അടുത്തു വരുന്ന പ്രാർത്ഥനകൾ. കർത്താവിനെ യഥാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കട്ടെ. Oh
ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തത്തിന് നാം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുകയാണ്. സഭയുടെ മണ്ഡലത്തിൽ പൗരോഹിത്യത്തിൽ ഒരു നവജാതകം വൈദികഗണം തങ്ങളുടെ സമൂഹത്തിലേക്ക് പുതുതായി ചേർക്കപ്പെട്ട നവ അഭിഷിക്തന് സ്നേഹബദ്ധമായ അഭിനന്ദനങ്ങളും പ്രാർത്ഥനാബദ്ധമായ ആശംസകളും അർപ്പിക്കുന്നു. പൗരോഹിത്യ ജീവിതത്തിൽ ഒരേ ചിറകുകളുള്ള ഞങ്ങൾ അദ്ദേഹത്തിന് എന്തെങ്കിലും സഹായവും ആശ്വാസവും നൽകാൻ സന്നദ്ധരാണ് എന്ന വാഗ്ദാനവുമായ ഓരോ വൈദികരും അദ്ദേഹത്തിന് ചുമതല നൽകി ആശംസകൾ അർപ്പിക്കുന്നത്. സന്നിഗ്ധ ഘട്ടങ്ങളിൽ ഞങ്ങൾ ഉത്തേജനം നൽകാം, ശക്തി ക്ഷയിച്ചാൽ ഞങ്ങൾ ബലപ്പെടുത്താം.